ഹലോ മക്കളെ, അസ്സലാമലൈക്കും. പറഞ്ഞോളി, എന്താണ് ഇന്നത്തെ പരിപാടി? എന്താണ്? ചിക്കൻ കറി വെക്ക. ചിക്കൻ കറി ഒക്കെ ആരൊക്കെ ഉണ്ട്? അമ്മ ഉണ്ടാക്കണേ. മറ്റവനോട് ഉറക്കം തൂങ്ങിക്കണ്ട് ചെയ്യുന്നില്ലേ? അതെ ഗൈസ്, നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതെ, ഞാൻ വെറുതെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. സപ്പോർട്ടിന് ഒരാളെ സപ്പോർട്ടിനോ? സപ്പോർട്ടിന് നിർത്തിയതാ. ഇന്ന് നമ്മൾ വിചാരിച്ചത് ഫുഡ് എന്താണ്, ചമ്മന്തിയും കഞ്ഞിയും. പിന്നെ നമ്മൾ എന്താ വിളിച്ചു പറഞ്ഞ ചിക്കൻ കൊണ്ടുവരിപ്പിച്ചു. ചിക്കൻ കൊണ്ടുവരിപ്പിച്ചു. പ്ലാനിങ് വെറുതെ നടന്നത് വെറുതെ പോയി ഗൈസ്. ചിക്കൻ എവിടെ എന്നിട്ട് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ചിക്കൻ തന്നെ ഒരാഴ്ച ഉണ്ടാവും. രണ്ടെണ്ണീച്ചേക്കുള്ളൂ. ചിക്കൻ എവിടെ നിന്നിട്ട് ഉമ്മ? കേക്കിയോ? ചിക്കനൊക്കെ കേക്കിയോ? അതൊക്കെ എപ്പോ? ഞങ്ങൾ ഒരുങ്ങി കിട്ടാത്ത ഉമ്മ അറിയണ്ടേ? ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കാണ്. ഒരുങ്ങിക്കൊണ്ടിരിക്കല്ലേ? ഞങ്ങള് വീഡിയോ എഡിറ്റ് ചെയ്താണ്, വീഡിയോ അപ്ലോഡിങ് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ അടുത്ത് എടുക്കാനായി. അതാണ് ഉമ്മ പറഞ്ഞത്. ഞങ്ങള് അവിടെ വേറെ എന്തോ പണിയിലാണെന്ന്. എല്ലാത്തിനും ടൈം ഉണ്ട്. അത് ഉള്ളി ആയിട്ട് അതിന്റെ അടുത്ത് ഇടാൻ പറ്റുള്ളൂ. കുക്കപ്പാറിട്ട് വെറ്റാൻ പറ്റില്ല. പറ്റൂല. ഞാൻ കാണിച്ചു ഉണ്ടാക്കണേ. എന്ത് ഉമ്മ എന്താ പറഞ്ഞേ? ചർച്ച ഉള്ളിയേ ഇടാൻ പറയാം. അതൊക്കെ ഇട്ടു. ഉള്ളിയൊക്കെ ഒരിട്ട് ഇട്ടു. പിന്നെ ഇന്നത്തെ ഷെഫ് മോനിട്ടനാണല്ലോ. ഷെഫ് ഞാനാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. ബാംഗ്ലൂരിൽ ഞാൻ എങ്ങനെ ചിക്കൻ കറി തിന്നാൻ പറ്റാത്ത ചിക്കൻ കറി അതൊന്നും പറയണ്ട, വെച്ചുണ്ടാക്കിയത്. വിട്ട് കടുപ്പാണത്. പൊട്ടിത്തെറിച്ചു. ദോശ എങ്ങനെ ഉണ്ടാക്കാന്ന് വീഡിയോ കോളിൽ വിളിച്ചു. അത് ദോശയല്ല, അത് ചിക്കൻ കറിയാണ്. പക്ഷെ ഓനക്ക് അറിയുന്നില്ല. ചിക്കൻ കറിയൊക്കെ വെക്കും. ആദ്യം ചിക്കൻ മസാലയിൽ കുഴച്ച് വെച്ചിക്കണോ? പച്ചക്ക് ഇവിടെ വെച്ചേ. അങ്ങനെ ആദ്യം അതിന് പിടിപ്പിച്ചേക്ക്. ഞാൻ കാണിച്ചു തരാം. ഇനി എന്റെ ചിക്കൻ കറിയാണ്. ഞാൻ കാണിച്ചു തരാം. പറ്റുമോ? ഞാൻ പറയുന്ന കേക്ക് ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞില്ലേ? ഞാൻ മിണ്ടാതെ നിന്ന് ഈ കളി എന്താണ് കാണും. കളിയോ? ആ വെള്ള ഷർട്ട് ഇട്ടാണ് അവിടെ കിട്ടോ. മൂക്കത്ത് വെച്ചിട്ടമാ മസാല ഇട്ടണി. ആദ്യം മസാല ഇട്ട് എല്ലാം പാടെ. ഇതൊക്കെ മല്ലി മുളക് ഇങ്ങനൊന്നും ഇടരുതുമ്മ. ഇതൊക്കെ ഓരോന്നിനും വേറെ ചിക്കൻ മസാലയാണ് കുറച്ച് മേലിട്ടുക്കണേ. എന്നാ അത് മാത്രം രസം എടുത്ത്. എന്തൊക്കെ കാട്ടി കൂട്ടണ? ഇതെന്തീ ഒറ്റിച്ചടിച്ചണ്? ഉണ്ടാക്കി തന്നാ പോരെ? കറി വേണട്ടോ. പറയണ കേക്ക് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റും. ഒരാള് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ കുറ്റം പറയല്ല. ഒന്നും ഇളക്കണ്ട. അതിങ്ങനെ കരിയട്ടെ. അതിനാ കരിഞ്ഞത് വേണം. എയില് അതിൽ കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതില് മറ്റേ കുരുമുളകിന്റെ പൊടി ഇട്ടോ. ഇതിലെന്തൊക്കെ ഇട്ടു? കുരുമുളകിന്റെ പൊടി. കുരുമുളകിന്റെ പൊടി ഇരിക്കും. മേടിക്കും. അതിനെ കൊണ്ട് ഇപ്പൊ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? അതൊന്ന് നല്ലോണം വറ്റിക. വേറെ ഒന്നും എടുത്തിട്ടോ. ഇതെന്താ? ലേശം കുരുമുളകിന്റെ പൊടി. കുരുമുളകോ? കുട്ടിയെ കജ്ജ് പുകയില്ലട്ടോ. തീയൊന്ന് ഇളക്കിയാ മതിമാ. തീയല്ലേ ഇത്? എന്താ കാട്ടണം? പോ എന്താ കാട്ടണമെന്ന് പറഞ്ഞോ? ചിക്കൻ കറി അവസാനം ചിക്കൻ കറി കണ്ടോണ്ടി. ഉണ്ടാ മതി. കാണാനല്ല ഉണ്ടാക്കണ എങ്ങനെ കാണും. അതൊക്കെ മണത്ത് നോക്കണോക്കാ, മൂക്കത്ത് നോക്കണോക്കാ. എണ്ണീരിട്ട് വരട്ടേണ്ട ഒന്നും ആവശ്യമില്ല എന്റെ അമ്മ. ചിക്കൻ കറി പല വിധമുണ്ട്, അറിയോ? അതെ അതെ. നാളേക്ക് ഇത് നാളല്ല മറ്റന്നാൾക്ക് അതിന് പിറ്റേക്ക് ഒരാഴ്ചക്കുള്ള കറി മാക്ക് ഇതുണ്ടാവും. പോലെ ആ ജാതി കറിയാണ്. അതായത് തിന്നൂലല്ലോ, അപ്പൊ മാറ്റി വെക്കുമല്ലോ.
ഒരാഴ്ച വരെ പോവില്ലേ? മമ്മക്ക് കാണിച്ചെന്നാ പോരെ. അങ്ങനെ തന്നെ ഇതന്നെ അത്രയും വെള്ളത്തിലാണ് എല്ലായിടത്തും തേച്ചണം. ഇട്ടിക്കണതോ അത് കരിയടി ഇല്ല കരി ഉപ്പിട്ടിക്കണേ. ഞാൻ കുപ്പായത്തിലും തോത്തിക്കളാ കേട്ടോ. ചിക്കൻ മസാല പിന്നെ എന്തൊക്കെയാ മുളക് മഞ്ഞൾപ്പൊടി മസാല ഒക്കെ എടുത്തിക്കണേ. മമ്മ ഇപ്പൊ എന്തൊക്കെ ഇട്ടേക്ക്? മല്ലി മുളക് പെരിഞ്ചീരകം പിന്നെ മഞ്ഞള് ഉപ്പ് കുരുമുളക് ഇട്ടു. ചിക്കൻ മസാല എന്താ ഇപ്പൊ ഈ കളർ ഉണ്ടോ? വെള്ള കളറ് അത് മഞ്ഞ കളറാണോ? കട്ടി എല്ലാം കിട്ടും അമ്മ. ഇത് കറിയായി വരുന്ന നിങ്ങക്ക് കണ്ടാ പോലെ കണ്ടാ പോലെ തിന്നണേ. എന്റെ ഫോണിൽ ഈ കവർ രണ്ട് സൈഡ് പൊട്ടിക്കണോ? അതങ്ങനെ തന്നെയാണോ? പൊട്ടിയതാ ഈ സൈഡില് കൊഞ്ഞാടി ഇപ്പൊ പൊട്ടി. ഇവിടെ വെളിച്ചം കുറവായതുകൊണ്ട് നമുക്ക് ഉമ്മമാക്കും എനിക്കൊന്നും അടുപ്പൊക്കെ കണ്ടു കാണില്ല. അപ്പൊ നമ്മള് ടോർച്ചൊക്കെ വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങാൻ പോലെ. ആർക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ചോളി. ഒന്നാമതേ മൊബൈല് ഹീറ്റ് ആയിട്ട് ഫ്ലാഷ് ഓൺ ആവില്ല കേട്ടോ. കാരണം വീഡിയോ എഡിറ്റിംഗ് അപ്ലോഡിംഗ് ഒക്കെ ഇപ്പൊ കഴിച്ചിട്ട് പിന്നെ ഈ പണിക്ക് പുകയണാക്കണൊക്കെ പൊരിച്ചാണ് കറി വെക്കണം. എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ കണ്ടോ? അതെ അതെ അതെ. നമുക്ക് കല്യാണ പരിപാടിക്കൊക്കെ കഴിഞ്ഞാൽ നമ്മള് പോയല്ലേ മോണ്ടനല്ലേ നല്ലൊരു മുന്നേറ്റാണത്. ഇത് നിങ്ങളെ എല്ലാരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. കരിഞ്ഞൊക്കെ മണക്കണ്ടല്ലോടാ. ഉള്ളിന്റെ മണാണ്. ഉള്ളി അരിഞ്ഞു വേണോ? മറക്കാതെ മതി. അത് കത്തട്ടെ. അല്ലാ അവിടെ എല്ലാം വറകും മൊത്തം തന്നെ തീർക്കും. ഇപ്പൊ തന്നെ പൊള്ളിച്ചുണ്ടാവും. ഇപ്പൊ തക്കാളിയിലിട്ടോ ആ മസാല ഇതാകാനെ വറകയിലുണ്ട്. അത് കട്ടായി കഴിച്ചട്ടെ. ആ വറവ് കഴിച്ചട്ടെ എന്നിട്ട് എടുത്ത് നോക്കാം. നമുക്ക് വെള്ളം കരിയുള്ള എന്താ പറയല്ലേ? ആരോട് എന്താ പറയല്ലേ? കൂട്ടാൻ കറി വെക്കാനാ സഹായി ഇഞ്ചി പഠിക്കുന്നു പഠിച്ചോ? ഞാനും കൂടി ഇനി പഠിച്ചാണല്ലോ. പിന്നെ ഒന്നും പിന്നെ വെക്കേണ്ട ആവശ്യമില്ലല്ലേ? ഞാനാണ് ഇമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊള്ളിൽ വെക്കാൻ പറ്റിയേനെ ഞാൻ കുറച്ച് മതിയാ. ഒരു തേങ്ങ വെച്ചിട്ടുണ്ടാക്കാനല്ലോ. രണ്ട് പഠിക്ക് അതെ ഫുഡ് രണ്ട് പഠിക്ക് എന്റെ കുട്ടി ഉണ്ടാക്കണേ തിന്നാൻ പറ്റിയാ അതന്നെ. മമ്മ ബാക്കിൽ ഇന്ന് നല്ലോണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചവിട്ടണുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തേറ്റുണ്ട്. അതേമാതിരി നിലത്ത് കിട്ടുന്നുണ്ട്. ചെയ്ത് പഠിച്ചാലേ സഹായം. അതന്നെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടാണ് മനുഷ്യന് നേരല്ലാത്തോ എങ്ങനെ ബിരിയാണി എടുക്കണേ. പണിക്കാരൻ ആട്ടോ തന്നെ. നമുക്ക് രണ്ടു വിധക്കാരൻ വാർപ്പിട്ടോ. നമ്മളെ അടുത്ത റെസിപ്പി റെസിപ്പി ഇതിട്ടിട്ട് മസാല ഇടൂ. ഇതുണ്ടാവില്ല മസാല. ഈ മസാല ഫുള്ള് ഇടും എന്നാലേ കറി ഉണ്ടാവുള്ളൂ. എനിക്കറിയാം. ഇതൊക്കെ ഇളക്കിയിട്ട് ശേഷം ഇതിട്. വെള്ളം ഒഴിച്ചണ്ടേ? മല്ലി മുളകിന്റെ അനക്കൊരു തേങ്ങ അറിയില്ല. ഇത് കണ്ട് പടി. അതെ അതെ തിരിച്ച് കുറക്കാണ്. തിരിച്ചില്ലല്ലോ. മസാലന്റെ ചൂര് പോകാണ്ട് തീയൊക്കെ അതിലുണ്ട്.
കൈ പൊള്ളിച്ചത് എനിക്ക് ചിക്കൻ എന്നെങ്ങാനുണ്ട് ജി? എനിക്ക് മേത്തൊക്കെ ചൂട് വരാക്കാനാണ് ഈ പാത്രത്തിലൂടെ വെള്ളം വരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ലേശം വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ആവാൻ പാടില്ലത്. ചട്ടി കഴുകാൻ കിട്ടുമോ? അത് കിട്ടും. ഇതുണ്ടോ ഇങ്ങനെ മാന്തിയ പോലും സംഭവം. അതെ ചട്ടിയിലോട്ടിട്ടല്ല കറിയില് നമുക്ക് കൂട്ടാനില്ലാണോ മസാല. ചട്ടിമ മാത്രം ആക്കാറില്ലല്ലേ? മാത്രമാക്കി മോറിക്കളയല്ല. ഇനി ചിക്കൻ ഇട്ടോ. ചിക്കൻ ഇട്ട് ആ ഗ്രേവി ഒന്ന് കണ്ട. ഏതാണ് ഗ്രേവി? ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രേവി. മാഷാല്ലാ. ഇത് കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നേ? ഒന്നും തോന്നില്ല. ആണോ? ഞാൻ അടുത്ത ഗൈസ് നമ്മളെ ചിക്കൻ ഇടാം. ചിക്കൻ ഇടുക. നമ്മള് നല്ലോണം ആ ഷർട്ടൊക്കെ ആക്കല്ലേ ആകെ ഷർട്ടാണ്. നോക്കിക്കോ എന്തേ പണിയെടുക്കുമ്പോ എളുപ്പം മൂക്കത്ത് കൊണ്ടുപോകും. ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ കുട്ടി അത് നന്നാക്കി ഇറക്കിങ്ങാണ്ട് വെറുതെ ഒന്ന് അരച്ചു വെച്ചാ അങ്ങനെ നല്ലൊരു ഇത് കിട്ടും. കുറച്ചേരം ഒന്ന് അരച്ചിട്ട് മസാല ഒന്നും ഇതാവട്ടെ. കഴിക്കണ്ട അവിടെ കഴിക്കല കഷ്ണാക്കുന്നവിടെ ചുണ്ടുമാനെ ചവിട്ടല്ലേ. ആരാണ്? നമ്മള് ചുണ്ടുമോള് മാറി നിക്കടി, ഇവിടെ ഫുഡ് ഉണ്ടാക്കട്ടെ. ചുണ്ടുമ്മ ചുണ്ടുമോക്ക് അങ്ങനെയൊന്നും കൊട്ടല്ലേ. കുക്കറാണ് ഗൈസ്. ഇത് കുക്കറാണ്, അത് പാത്രല്ല കുക്കറാണ് ഈ അവസ്ഥയിലെത്തിക്കണേ. തീയൊന്ന് കത്തിക്ക. ഇതല്ല പൊട്ടിത്തെറിച്ച കുക്കർ എന്തല്ലേ, അതുകൊണ്ട് ചട്ടിയായി മാറി. ഞാൻ നോക്കുമ്പോ കുക്കറ് കുക്കർ പൊട്ടി തെറിച്ചിട്ട് നമുക്കറിയില്ല എന്താണ് ഇതാകെ വിഷാണ്. എഴുതി എല്ലാ സാധനങ്ങളും ഒഴിവാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച ചോറ് ഉച്ചക്ക് വന്നപ്പോ പറയണേ എടി കുക്കർ പൊട്ടിച്ചു ഇവിടെ ഒന്നും കാണാനില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ നീച്ചിട്ടുണ്ട്. അല്ലമ്മ ഇത് എത്ര നേരാണ് ഇത് ഇങ്ങനെ അടച്ചു വെക്കേണ്ടത്? ഒരാവി ഇങ്ങനെ വരുന്ന നേരം പിന്നെ വെള്ളം റെസ്റ്റിംഗ് ടൈം. റെസ്റ്റിംഗ് ടൈമാണ്. അങ്ങനെയാണ്. ഓക്കെ ഗൈസ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കറി അയക്കണ് ആവണുണ്ട്. ഇത് ഞാനല്ല കേട്ടോ വെള്ളം ഒഴിച്ചത്, ഉമ്മയാണ് കൂടുതൽ വെള്ളം ഒഴിച്ചത് അല്ലേ? ഞാൻ മാത്രം ടൈം കൂടി പറഞ്ഞു കൊടുക്ക്. ഉമ്മമാന്റെ വക വേറെ കുറച്ച് വെള്ളം, ഉമ്മാന്റെ വക കുറച്ച് വേറെ വെള്ളം. ഞാനിതിലാകെ മസാല മാത്രം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്നോട് നമുക്ക് ആവുന്നത് നോക്കിയാ. പിന്നെ വെള്ള സാധനല്ലേ ഫുഡ് കഴിക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കണം കേട്ടോ. അതെ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. മാമ പോയാണ്ട് ഉറങ്ങി പോന്നു. ഉറങ്ങിയോ? ഉറക്കം വരും. മമ്മ ഉറങ്ങണ ടൈമായി. നമുക്ക് ഫുഡ് കഴിക്കല്ലേ ഇനി? ഓക്കെ. കറിന്റെ മട്ടം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടെ നിങ്ങൾ എല്ലാരും. ഓലോ ഞമ്മളല്ലേ ഗൈസ്, ഞങ്ങള് തിന്നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബാക്കി കമന്റ് നിങ്ങൾ ഉപ്പിന്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പിന്റെ ഉപ്പ് തീർത്തരും മമ്മ. തുള്ളി വേണം. തുള്ളി കുറച്ച് അത്ര വേണ്ട, അത്ര വേണ്ട. അതെന്നോടയാ പറഞ്ഞേ. ചാടിക്കറി വെള്ളട്ടാണ് പോകുന്നത്. നമുക്ക് ആകെ തെറിച്ച് നമ്മള് കറി ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഈ കറി നമുക്ക് നാളേക്ക് വളർത്തിക്കാം. നാളേക്കോ ഒന്നില്ലേ? എന്നപ്പുണ്ട് നാളെ പണിക്കാരില്ലേ, അപ്പൊ നമ്മക്ക് അങ്ങോട്ടൊക്കെ പോകണ്ടേ. ഉണ്ടാക്കി നിക്കാൻ നേരല്ലല്ലോ. നാളെ പിന്നെ പെരപ്പണി ഇറക്കണോടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ പിന്നെ ഇവിടെ ഇത് ഉണ്ടാക്കാൻ പിന്നെ ടൈം കിട്ടൂല. അപ്പൊ കുറച്ച് കറി നമ്മൾ മാറ്റിക്കണം നാളേക്കൊക്കെ കൂടി. പിന്നെ കഴിച്ച് ഞാൻ വേറൊരു സാധനം കൂടി കാട്ടിത്തരാം. നമുക്ക് ഒരു കാക്ക വീട് കണ്ടിട്ട് ഒരു കാക്ക നമുക്കൊരു സാധനം അയച്ചു തന്നെ. അതായത് ട്രൈപോഡ് ഇതാക്കണ ഈ സാധനം ഒരു കാക്ക നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്നാ കേട്ടോ. മുമ്പ് ആമസോണിൽ നിന്ന് ഓർഡർ ആക്കി തന്ന ഈ സാധനം അത്യാവശ്യം അല്ല നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. ഇല്ലടാ? അതെ ഗൈസ്.
അപ്പോ കാക്ക ഒരുപാട് നന്ദി കേട്ടത് സാധനം കിട്ടിയില്. ചോറ് വിളമ്പിക്കൊണ്ടിരിക്കാണ് ഇവിടെ. അപ്പത്തിന് പ്ലേറ്റ് റെഡി ആക്കി വെച്ചു. കറി ഇവിടെ ഉണ്ട്. പ്ലേറ്റ് അപ്പത്തിന് ഞാൻ കൊണ്ടേക്കട്ടെ. കൊണ്ടേക്ക് ചെയ്യും. ഓക്കെ, വെള്ളം അതിലുള്ളുണ്ട്. അപ്പൊ 2 വെള്ളം. വെള്ളം നല്ലതാ. രാത്രി പണ്ടറങ്ങിട്ട് നീച്ചിട്ട് വെള്ളം ഇല്ലാന്നിട്ട് കൊടുക്കും. എന്തിനാന്നോ കുഞ്ഞുങ്ങൾക്ക് ആകെ കണ്ടുണ്ടാവും അതിൽ ഔത്തറിച്ച് പൂച്ചാക്ക് ശരിയായി കൊടുക്കാം. മമ്മ എടുക്കാം. മമ്മ വരിഞ്ഞ് കാണാത്തത് പൂച്ചാക്ക് ഔത്തറിച്ച് കൊടുക്കാൻ. ഞാൻ പറഞ്ഞിട്ട് പൂച്ചാക്ക് പൂച്ചന്റെ ഫുഡ് എല്ലാം ഉണ്ട്. പിന്നെയും നമ്മളെ ഇതിന്ന് ഔത്തറിച്ച് പിച്ചച്ചട്ടി കൈയിട്ട് വരിക. കറിയൊക്കെ സൂപ്പർ കറിയാണ്. ടേസ്റ്റ് നോക്ക്. നമ്മള് ഫുഡൊക്കെ വിളമ്പിയാണ്ട് ഇവിടെ വെച്ചിക്കണ്. ഓനും മമ്മിയും തിന്നൽ തുടങ്ങി. ഞാൻ തിന്നൽ തുടങ്ങിയിട്ടില്ല. എനിക്കൊരു കൈയുള്ളൂ. എനിക്കിത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തിന്നാന്. പിന്നെ കുറവാണ് ഇത് നമുക്ക് തോന്നിച്ചു. ഉപ്പല്ലേ? ഉണ്ട്. മമ്മ എങ്ങനെയുണ്ട്? പിടിച്ചണ്ടേ? നല്ലാണെന്നോ? രസമുണ്ട്. രസമുണ്ടോ? രസമുണ്ട്. ഷെഫ് അടിപൊളിയാണ്. അതെ 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 അതെ. അത് ചേലാവും. അത് ചേലാവും. ഗായ്സ്, അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ജസ്റ്റ് രാത്രി ഒരു ഫുഡ് ഉണ്ടാക്കണ, ഫുഡല്ല കറി ഉണ്ടാക്കണം. അതായത് ഓന്റെ വക ഒരു കറി ഉണ്ടാക്കണ വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കറി ഉണ്ടാക്കണം വിചാരിച്ചോന്നല്ല. പിന്നെ അങ്ങനെ കൂടിയപ്പോ പിന്നെ എനിക്ക് കറി ഉണ്ടാക്കണം തോന്നി. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ നെക്സ്റ്റ് വീഡിയോ ഇടണം. അതെല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റ ബൈ ബൈ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അതറിയില്ല ഗൈസ്. അപ്പൊ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, സപ്പോർട്ട് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസം സംഭവം. അതെ, എല്ലാരും ചിക്കനും ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി പഠിച്ചോളെ. അതെ അതെ, ആവശ്യപ്പെടും എന്നേലും ഒരു ദിവസം. അപ്പൊ ഓക്കെ ഗൈസ്.